ഇന്നലെ രാത്രി 10 മണിയോടെയാണ് ശബരിമലയിൽ വീണ്ടും യുവതീ പ്രവേശനം നടന്നുവെന്ന തരത്തിൽ വ്യാജവാർത്തകൾ പുറത്തുവന്നത്. ശ്രീലങ്കയിൽ നിന്നുമുള്ള യുവതി ഭർത്താവിനും മകനുമൊപ്പം 18ാം പടി കയറി ദർശനം നടത്തിയെന്നായിരുന്നു വാർത്തകൾ. എന്നാൽ ശ്രീലങ്കൻ സ്വദേശിനിയായ ശശികല ദർശനം നടത്തിയിട്ടില്ലെന്ന് ഒടുവിൽ ഭർത്താവ് തന്നെ മാധ്യമങ്ങളോട് വ്യക്തമാക്കി. പമ്പയിലെത്തിയ കുടുംബം പോലീസിന്റെ അറിവോടെ സന്നിധാനത്തേക്ക് തിരിക്കുകയും പാതി വഴിയിൽ ഒപ്പമുണ്ടായിരുന്ന ഭാര്യ യാത്ര ഉപേക്ഷിച്ചുവെന്നും ഭർത്താവ് അറിയിച്ചു. എന്നാൽ ശശികല എവിടെയുണ്ടെന്ന് പ്രതികരിക്കാൻ ഭർത്താവ് തയ്യാറായില്ല. ഏറെ നേരം പമ്പയിലെ പോലീസ് ഔട്ട്പോസ്റ്റിൽ കാത്തുനിന്ന ഭർത്താവിനും മകനും അടുത്തേക്ക് മുഖം മറച്ച് ഒടുവിൽ ശശികല എത്തി. തിരിച്ചറിഞ്ഞതോടെ ചോദ്യങ്ങളുമായി അടുത്തെത്തിയ മാധ്യമപ്രവർത്തകരോട് ശശികല പൊട്ടിത്തെറിച്ചു. ഒരു വിരോധத்துக்கு வந்து நான் சொல்லுறேன், நல்லா கேட்டுக்கோங்க. நான் யாருக்கும் பயப்பட மாட்டேன். நான் வந்து கடவுளுக்கு கணக்கு கொடுக்கணும். சரிங்க, ஒரு விரதம் வந்து 48 நாள் மண்டலம் அவங்க ரூல்ஸ். நான் இந்த பாருங்க 48 நாள் மண்டல விரதம் இருந்திருக்கேன். പോലീസ് നൽകിയ പാസ്പോർട്ട് പ്രകാരം ശശികലയ്ക്ക് 46 വയസ്സാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. നിലയ്ക്കൽ നിന്നും പമ്പയിൽ നിന്നുമെല്ലാം പോലീസിന്റെ സമ്മതവും അനുവാദവും വാങ്ങി സന്നിധാനത്തേക്ക് യാത്ര തിരിച്ച ശശികലയെ പിന്നീട് യാതൊരു പ്രതിഷേധവുമില്ലാതിരുന്നിട്ടും 18ാം പടിയിൽ പോലീസ് തടഞ്ഞ് തിരിച്ചയച്ചതിന്റെ കാരണമാണ് ഇനി കണ്ടറിയേണ്ടത്. പമ്പയിൽ നിന്നും ക്യാമറാമാൻ അലോഷിക്കും വി എ ഗിരീഷിനുമൊപ്പം എ യു രഞ്ജിത്ത്, 24. This is 24.